ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണഗാഥ പാരായണം. ഇന്ന് 16-ാമത്തെ ദിവസം, ചിങ്ങം 15. ഓം ശ്രീകൃഷ്ണായ നമ. അല്ലിത്താർ ബാണൻ ഓം ശ്രീകൃഷ്ണായ നമ. മെല്ലെന്നേഴുന്നു നീകന്നു തുടങ്ങിനാർ അല്ലിത്താർ ബാണൻ വഴങ്ങുകയാൽ ചാമ്പിക്കലങ്ങി മയങ്ങി തളർന്നൂടൻ കൂമ്പിക്കൂഴഞ്ഞോരു കണ്ണീണയും നാലൊന്നിലേറ്റവും തെഞ്ഞു ചമഞ്ഞിട്ടു ചാലെ വീലത്തോരു ചോരിവായും വമ്പിലേഴുന്നുള്ള വീർപ്പൂകളെ കൊണ്ടു കമ്പമീ എന്നുള്ള കൊങ്കകളും ഭിന്നത പൂണ്ടുള്ളോരൽക്കീടം തന്നെയും തിന്നം താളർന്നുള്ള തിൻതൂടയും ചാലധരിച്ചുടൻ നിന്നു വിളങ്ങിനാൻ ഓലക്ക മാണ്ടുള്ള ബാലികമാർ പാർശ്വവണങ്ങളിൽ പറ്റുന്ന കേശങ്ങൾ ആശ്വസിച്ചൊന്നൊന്നി നീക്കി നീക്കി ഒട്ടിത്തേരിച്ചുള്ള ഭൂഷണജാലങ്ങൾ ഒട്ടൊട്ടു കൈക്കൊണ്ടു മെല്ലെ മെല്ലെ തിങ്ങിയെഴുന്നൊരു നാണവും പ്രേമവും തങ്ങിന കണ്ണൂന കൊണ്ടു ചെമ്മേ കാമുകനാകിന കാർവർണ്ണൻ തന്മുഖം കാമിച്ചു പിന്നെയും നോക്കി നോക്കി നിന്നു വണങ്ങുന്ന കാമിനി മാർമുഖം മെല്ലവേ നോക്കി ചിരിച്ചു നന്നായി വാരിജലോചനൻ ചൊന്നിനാൻ അന്നേരം വാരുറ്റ നാരിമാരെല്ലാരോടും അന്ത്യമായുള്ളൊരു യാമമണഞ്ഞുതേ ചിന്ത പുലമ്പുന്നതുള്ളിലിപ്പോൾ ഇന്നീ നമ്മിലെ ലീലകൾ നിന്നുതാൻ എന്നാലീ നിങ്ങളും അംഗമാരെ അമ്പാടി തന്നിലെ വൈകാതെ പോകണം കിംഫലമിന്നിങ്ങു നിന്നിനി നാം കാന്തന്മാരെല്ലാരും കാണാഞ്ഞു നിങ്ങളെ കാന്തന്മാരായല്ലോ മേവുന്നിപ്പോൾ മല്ലവിലോചനനിങ്ങിനെ ചൊന്നപ്പോൾ മല്ലവിലോചനമാരെല്ലാരും കേട്ടതില്ലേതുമേ എന്നൊരു ഭാവത്തെ കാട്ടിയങ്ങെല്ലാരും നിന്നു കൊണ്ടാർ പുഞ്ചിരി തൂകി നിന്നഞ്ജനവർണ്ണൻ താൻ ചെഞ്ചമ്മേ ചൊല്ലിനാൻ എന്ന നേരം നാളെയുമിങ്ങിനെ കൂടിക്കലർന്നിനി മേളത്തിൽ നിന്നു കളിക്കാമല്ലോ ഇന്നീനിയൊന്നീനും വൈകല്യം വാരാതെ നിങ്ങൾ വിരിഞ്ഞങ്ങു പോക നല്ലു എന്നതു കേട്ടുള്ള വല്ലവിമാരെല്ലാം ഒന്നൊത്തു കൂടിക്കലർന്നുടനെ നാളെ എന്നിങ്ങനെ ചൊന്നതിൻ കീഴുള്ള നാഴിക എണ്ണിത്തുടങ്ങിനാരേ എന്നതു കണ്ടപ്പോൾ പുഞ്ചിരി തൂകിനാൻ നന്ദതനുജൻ താൻ മെല്ലെ മെല്ലെ ചൂതങ്ങൾ തോറുമീരുന്നുള്ള കോഴികൾ ആതങ്കം ചെയ്തു തുടങ്ങിയതപ്പോൾ എന്നതു കേട്ടുള്ള വല്ലവിമാരെല്ലാം ഏറീന താപമീ എന്നു ചൊന്നാർ കോഴികളെന്തയ്യോ കാലം വരും മുമ്പേ കൂകിത്തുടങ്ങിയതൻ തോഴിമാരെ കാട്ടിലെ കോഴിക്കു ന്യായമില്ലേതുമേ വീട്ടിലെ കോഴിക്ക് ന്യായമുള്ളൂ എന്തോരു ന്യായമീ പാതിരാ നേരത്തു സന്തതമിങ്ങിനെ കൂപ്പി നിൽക്കാൻ കൈക്കാനൽ കൊണ്ടെന്നു ജഞ്ചുകൂടം തന്നിൽ ആക്കുന്നൂരാരുമങ്ങില്ലയോ താൻ കോഴിയോടിങ്ങിനെ കോപിച്ചു നിന്നുടൻ കൂകുന്ന കോകങ്ങളോടു ചൊന്നാൻ നിങ്ങൾക്കു നല്ലൊരു കാലമാണഞ്ഞുതാൻ എങ്ങളോ നിങ്ങളാൽ വന്നുതിപ്പോൾ
ഞങ്ങൾക്കു വന്നൊരു വേദന കണ്ടല്ലി ഇങ്ങനെ കേഴുന്നതെന്നാലേ നീ തേൻ പെയ്തു നിന്നുള്ളോരാമ്പലെ നീ എന്തിൻ ഊമ്പലുറഞ്ഞു തുടങ്ങിയതിപ്പോൾ നിന്നൂടെ കാന്തനു നിന്നെ വേടിഞ്ഞാനു എന്നൂടെ കാന്തനിന്നെന്ന പോലെ വണ്ടുകളെ എന്തു താമരപ്പൊയ്കയിൽ വണ്ടിത്തുടങ്ങുന്നതിപ്പോഴേ ചൊല്ലി താമരപ്പൂവു വിരിഞ്ഞു തുടങ്ങുന്ന കാലമിങ്ങേതു മണഞ്ഞുതില്ലേ ആദിത്യദേവാ നിനക്കു തൊഴുതെങ്ങൾ വാദിച്ച ദേശമേ പൊയ്ക്കൊള്ളേണം വൃന്ദാവനം തന്നിൽ ഇന്നെഴുന്നള്ളായിൽ നന്നായിരുന്നതുമെങ്ങൾക്കിപ്പോൾ ആനായ കോന്തൻ്റെ ഭൂമിനി ദൂരവേ ചാകുന്നതില്ലേതും പോവാനയ്യോ സൂര്യനു സൂതനാം വീരനെ നിന്നോടു വേറെയുണ്ടെന്നങ്ങൾ ചൊല്ലുന്നിപ്പോൾ മാർത്താണ്ഡദേവനെ വൃന്ദാവനം തന്നിൽ ഓർത്തിട്ടു വേണമെഴുന്നള്ളിക്കാൻ ഗോകുലനാഥനു ലീല കഴിഞ്ഞില്ല കോപമുണ്ടാകിലമെന്തറിവൂ ഞങ്ങളറിഞ്ഞതു ചൊല്ലേണമല്ലോ താൻ എന്നിട്ടു നിന്നോടു ചൊല്ലിയതിപ്പോൾ വേറുപാടോർത്തുള്ള നാരിമാരിങ്ങനെ വേദന പൂണ്ടു പറഞ്ഞു തിന്നി കണ്ണനെ കാണാതെയുണ്ടോ പോറുക്കാവൂ കണ്ണീനെന്നുള്ളതു പാർക്കണം ഞാൻ എന്നങ്ങു തങ്ങളിൽ കൂടി പറഞ്ഞിട്ടു കണ്ണുമടച്ചു നൂറുങ്ങു നിന്നാർ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഗർഭത്തിൽ നൂനുള്ള വേദനായ നേരം അല്പമായി വന്നിതവർക്കു ചെമ്മേ 1000 നാളുണ്ടു കണ്ണനെ കാണാതെ നയിച്ച മഞ്ഞു നാം എന്ന പോലെ കണ്ണു തുറന്നു കണ്ണനെ നോക്കി തിണ്ണമേഴുന്നൊരു കൗതുകത്താൽ പോകതിന്നീതുമേ വൈകൊല്ലാം നിങ്ങെ നീ വണ്ണം ചൊല്ലുന്നതെന്ന പോലെ വൃക്ഷങ്ങൾ ചേർന്നുള്ള പക്ഷിഗണങ്ങൾ അക്ഷണം കൂടി തുടങ്ങി ചെമ്മേ വല്ലവിമാരെല്ലാം എന്നതു കേട്ടപ്പോൾ വല്ലാതെ നിന്നു നൂറുമുന്നേരം പോകതിനായി തുനിഞ്ഞു തുടങ്ങി നക്കുവാനും ചെമ്മേ വഴങ്ങാതെയും തങ്ങളെങ്ങാനും പോകുമ്പോൾ കണ്ണനു ചങ്ങാതമായി നിൽക്കാൻ എന്ന പോലെ മനസ്സമെല്ലാരും കണ്ണനു നൽകിയിട്ടു ദീനമാരായി നടന്ന ചെമ്മേ എങ്ങളെ കൈവിട്ടു പോന്നൊരു മനസ്സ് തങ്ങിയുറച്ചത് നിങ്ങളല്ലോ ഇന്നിതു തന്നെ നീ പാലിച്ചു കൊള്ളേ എന്നങ്ങു ചൊല്ലുന്നോരെന്ന പോലെ പിന്നെയും പിന്നെയും മന്ദം അറിഞ്ഞോടി നന്ദതനുജനെ നോക്കി നോക്കി ആകുലമാരായി പോകുന്ന ഗോപിയും ഗോകുലം തന്നിലകത്തു പൂക്ക വാതിലും തള്ളിയകത്തങ്ങു ചെന്നിട്ടു പാതിയൊഴിഞ്ഞൊരു ശയ്യ തന്നിൽ തൂമക്കാലം നോക്കിയിടന്നുടനെല്ലാം കാമുകന്മാരെയും കൊണ്ടുകൊണ്ടാർ കാമുകന്മാരും തൻ കാമിനിമാരുടെ കോമളമേനി കലർന്ന നേരം കോൾമയിർ കൊണ്ടൊരു മേനിയുമായി കാമിനിമാരെ പുണർന്നു നിന്നാർ മുന്നേ എന്നോടെ മെയ്യോടു ചേർന്നിയും ഇങ്ങനെ മേവിനാളെന്നു തോന്നി കാന്താരൻ തന്നിലെ പാനവർ പോയത് കാന്തമാരാക്കുവി തോന്നിയിട്ടില്ലേ വല്ലവിമാരെല്ലാം വല്ലഭന്മാരെ മൽത്തട കൊങ്കയിൽ തന്നിലാക്കി മെല്ലവെ പൂണ്ടുള്ള കുന്നൊഴിലെന്നുള്ള അല്ലല്ലേ നീക്കി തെളിഞ്ഞു നിന്നാർ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. രാസക്രീഡ ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിച്ചിരിക്കുകയാണ്. അടുത്തതായി കംസമന്ത്രം ആരംഭിക്കുക. ഓരോ
മാധവം തൻ കീഴെ മെവി വീളങ്ങിന തണലിൽ നിന്നു വീളങ്ങുന്ന ഗോപാലരെല്ലാരും ഒന്നത്തു കൂടി നിന്നൊരു നാൾ ദേവിയെ പൂജിക്ക വേണമെന്നിട്ടു കവിലകമ്പു കാന്തിയോടെ പൂജയ്ക്കു വേണുന്ന സാധനമോരോന്ന് കുരിച്ചു വന്ന നേരം അംബിക തന്നൂടെ പൂജ തുടങ്ങിന അംബുജലോചനോടും കൂടി ദാനങ്ങളെ കൊണ്ടു ഭൂദേവന്മാരുടെ ദിനത പോക്കിനാരായ വണ്ണം അംബിക പൂജ കഴിഞ്ഞു തുടങ്ങുമ്പോൾ അന്തിയാൽ വന്നിത കാലം നേരെ അന്നുരാവെല്ലാം കാനനം തന്നീലെ നിന്നു വിളങ്ങിന പല്ലവന്മാർ പാതിര നേരത്തുറങ്ങി നിന്നിടുമ്പോൾ പാപിയായുള്ളൊരു പാമ്പു വന്നു നിദ്രയെ പൂണ്ടുള്ള നന്ദൻ പാദത്തെ സത്വരൻ ചെന്നു വീഴുങ്ങിയപ്പോൾ നന്ദന്റെ രോദനം കേട്ടുള്ള ഗോപന്മാർ സന്നദ്ധരായ ഉണർന്നുടനെ കൊള്ളി കൊണ്ട് എല്ലാരും പാമ്പിനെ തല്ലി വിടുപ്പതിനായില്ലാർക്കും അച്ഛന്റെ രോദനം കേട്ടൊരു നേരത്തെ അച്യുതൻ താനും അങ്ങോടിച്ചെന്നാൽ പാവനമായൊരു പാദം കൊണ്ടന്നേരം പാമ്പിനെ ചെന്നു ചവിട്ടിനാൽ താൻ പാപമായുള്ളൊരു കുരിരുട്ടിനൊരു ദീപമായി നിന്നൊരു പാദം മെയ്യിൽ തട്ടിയ നേരത്തോ പെട്ടെന്ന് പാമ്പൂതൻ മറ്റൊരു രൂപത്തെ പൂണ്ടു നിന്നു അറി എന്നിങ്ങനെ ചെറിച്ചു നിന്നൊരു കാർവർണ്ണൻ തന്നോടു ചെന്നാൽ പിന്നെ മുന്നേ ഞാൻ നല്ലൊരു വിദ്യാധാരനായി മഞ്ഞിടമെങ്ങും നടന്ന കാലം മാമൂനിമാരെ വരുന്നതു കണ്ടിട്ടും ആ പാപ്പ ചിരിച്ചേറ്റം എല്ലാം ഞാനും ഭൂമിഴുന്നു നിന്നങ്ങനെ അല്ലോ നമ്മുടെ മേനിയുള്ളൂ എന്നതു കണ്ടു ചിരിക്കുകയോ ചെയ്യുന്നു തിന്നിവനെന്നങ്ങു ചൊല്ലി പിന്നെ മടങ്ങു നിന്നുള്ള മാമൂനിമാരെല്ലാം പമ്പായി പോകണി എന്നു ചൊന്ന അന്നു തുടങ്ങി കാരണം തന്നിൽ ഞാൻ ഇങ്ങനെ നിന്നു കഴിച്ചെങ്കാലം ഇന്നു നിൻ കാൽപ്പൊടി മേനിയിലേക്കയാൽ നന്നായി വന്നതും കണ്ടെന്നാഥ. ഹരേ ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. വീണഞ്ഞതു നന്നായി വന്നിരൻ പാപങ്ങൾ വേററ്റു പോയതല്ലോ നിന്നോടെ കാൽപ്പൊടി ഏൽപ്പതിനല്ലായിൽ പുണ്യം നമുക്കുണ്ടോ വന്നുകൂടൂ കേവലനായി നിന്ന് മേവുന്ന നിന്നോടെ തേവടിപ്പൂമ്പൊടി ഏൽക്കയാലേ ഏറ്റം പൊളച്ചുള്ള പാപങ്ങളെല്ലാം തോറ്റുനോടിന എന്നോടെന്നാൽ എന്നോടെ ലോകത്തു പോവാൻ തുടങ്ങുന്നേ ചൊല്ലി മുതിർന്നു പിന്നെ കണ്ണന്റെ ചേവാടി കുമ്പിട്ടു പിന്നെയും വിണ്ണിനെ നോക്കി നടന്ന തിന്നം പല്ലവന്മാരെല്ലാം വന്നേനെ മെല്ലെ കിടന്നു പുലർന്ന നേരം ദേവിതൻ ചേവടി കുമ്പിട്ടു നിന്നിട്ടു പോവതിനായിട്ടു നിന്നു പിന്നെ മാനിച്ചു നിന്നോരോ ബാധകൾ ഊതിക്കൊണ്ടാനായ ചേരിയിൽ ചെന്നു പൊക്കാൽ പിന്നെ ഒരു ദിനം കണ്ണനും രാമനും പെണ്ണുങ്ങളോട് കലർന്നു നന്നായി ദീനത കൈവിട്ടു മാനിച്ചു നിന്നു കാനനം തന്നെ കളിക്കുന്നേരം വ്യത്യാസം തന്നോടെ ഭൃത്യനായുള്ള ഒരു വീരൻ താൻ വന്നു കരുത്തുടനെ കട്ടിലകമ്പുക്കു കാമിനിമാരുത്തി നടന്നാൻ ചെന്നേ കാമിനിമാരുടെ ദീനത കണ്ടിട്ടു കാർവർണ്ണൻ താനും അതിർത്തു നിന്നു മുടിയാണഞ്ഞവൻ ദേഹത്തെ പിടിച്ചു കേറുവരുത്തിനൻ കേശവൻ താൻ പാഠം പിടിച്ചു ഞെരിച്ചുടനക്ഷണം ഗൂഢമായി പിന്നെയും മാനിനിമാരുടെ മനസ്സൊപ്പിന്നൊരു ഹംസമായി കൈതന്നിൽ നിന്നു വിളങ്ങിന നന്ദകുമാരകൻ അന്നൊരു നാൾ കാലിയമ്മേക്കാനായി കാലം പുലർന്നപ്പോൾ കാനൽ തന്നിലെ പോയ നേരം വല്ലവിമാരെല്ലാം കണ്ണൻ പിരിഞ്ഞുള്ളവരല്ലേ
ദാരിജലോചനൻ വേണവൻ കാണട്ടെ വാഴ്ത്തിനാരെല്ലാരും മെല്ലെ മെല്ലെ വാമമായുള്ള കാവൽക്കാടം തന്നെയും വാമമായി മേവിന തോളിൽ വെച്ച് വാഴുത്തെഴുന്നേറ്റു വേണുവെ തന്നെയും ചോരിയവ തന്നോടണച്ചു ജമ്മേ ധൂമകലർന്നുള്ള രന്ധ്രങ്ങൾ ഓരോന്ന് കോമള കൈവീരൽ തെറ്റുകൊണ്ട് ഉല്ലസിച്ചുള്ളൊരു ചില്ലികളെ കൊണ്ടു മെല്ലവെ താളത്തി ഒത്തി നാഥനായുള്ളൊരു പാർശ്വജലോചനൻ നാദത്തെ കണ്ടു നേരം തന്നെ നടന്നു വീണങ്ങിനൊരംബുജലോചനന്മാരെല്ലാരും കേട്ടൊരു നേരത്തു കമസാരന്നിട്ടു വാട്ടം തുടങ്ങി മയങ്ങിച്ചെമ്മേ എണിയഴിഞ്ഞതും നീവിയഴിഞ്ഞതും കൊന്നയിൽ കൊണ്ടതു വിയർക്കും ഒന്നും അങ്ങോരാലെ പാവകളെ പോലെ നമ്മെല്ലി മേകുന്നു നിങ്ങൾ നീളെ നാമെല്ലാം ഇങ്ങനെ കാമിക്കുന്നുവെന്നു നാണിക്ക വേണമോ നാരിമാരെ ഇങ്ങനെ ഓരോന്നെ ചെന്നുടൻ വാട്ടിനർ മംഗലമായുള്ള മാനിനിമാർ കാർമുകിൽ വർണ്ണന കാമിനിമാരുടെ കാമത്തെ പൂജിച്ചു നിന്നു പിന്നെ കാലമായി വന്നൊരു ദാനവൻ തന്നെയും കാലപുരം തന്നെ ആക്കിനാൻ നാരദൻ അന്നേരം ഭോജഗൃഹം തന്നെ പാരാതെ ചെന്നു കംസനോട് ചൊല്ലിത്തുടങ്ങിന മെല്ലെ മെല്ലുള്ളതിലെല്ലാം കോപവും പൊങ്ങും കംസാനൻ മാനസം വേറൊന്നായി പോയി നോക്കും സംസാരി എന്നല്ലോ ചൊൽവു പിന്നെ ഉണ്മയായുള്ളതു കേട്ടില്ലയാഞ്ഞല്ലി തന്മ വരുന്നതു കാണായിരുന്നു കേട്ടു കൊള്ളെങ്കിൽ ഞാൻ ചൊൽവതു പാരാതെ കേട്ടിട്ടു വേണ്ടതും ചെയ്യുക പിന്നെ നിന്റെ വൈരിയായുള്ളൊരു കാമകം എന്നു വിളങ്ങുന്നു നമ്പാടിയിൽ ദേവകി തന്നെ അഷ്ടമഗർഭത്തിൽ മേവി പിറന്നവൻ തന്നാനത്രേ പേടിച്ചു നിന്നെയെന്നാനെ കന്നു വിക്കേടച്ച ഭൂഗോളം തന്നെ ഇറക്കിയെന്ന നിന്റെ കയ്യിൽ വളർപ്പതിനായിട്ടു നന്നായി നൽകിയത നിങ്ങൾ പോന്നാൽ മുതനവനുടെ വന്മലുണ്ട് ചേതന കണ്ടതു പണ്ടീവൻ നിന്നുടെ ബന്ധങ്ങളൊക്കെ എല്ലാമേ മറ്റാരുമില്ല നിന്നെയും കൊല്ലണമെന്നുണ്ടാവുന്നൊരു കണ്ടുകൂടാനെന്നു പാർക്കുന്നേരം മുമ്പിൽ നീ ചെന്നു കൊല്ലുന്നോനല്ല തണ്ണാപ്പെടുക്കുന്ന നോക്കണമേ നിന്നിലേടുന്നുള്ളൊരമ്പോ കൊണ്ടിങ്ങനെ നിന്നോട് ചൊല്ലിനൻ മെല്ലെ കംസ മറ്റാരും നിന്നോട് ചൊൽകയില്ലിങ്ങനെ മറ്റുമില്ല ഞാനേകെ ചൊൽവാനുള്ളൂ നാരദനിങ്ങനെ ചൊന്നതു നേരത്തു വീരനായുള്ളൊരു കംസനപ്പോൾ കൊവിച്ചു നിന്നു വാസുദേവ തന്നെയും ഒരു ഭാര്യയെയും ഘോരനായി ചെന്നങ്ങ് കൊല്ലുവാനും നാരദൻ ചെന്നു ചെറുത്തു നിന്നു വീണയും വായിച്ചു പോയി തുടങ്ങിന വിഷ്ണുവിൻ നാമങ്ങൾ ഓതി ചെണ്ടാകുലമ്പിന കംസന്താനം നേരം മന്ത്രിയായുള്ള എല്ലാവരെയും ചാരത്തു കൊണ്ടു ചാമച്ചൊരു ചെല്ലിന നാരദൻ തന്നോട് ചെന്നതെല്ലാം വഴുകാതെ നിന്നുള്ള മന്ത്രികൾ അന്നേരം മാനിച്ചു ചൊല്ലിയ കംസനോട് പേടിച്ചു പോരുന്ന മമ്മനിമാരെല്ലാം പോയി നീന്റെ പറഞ്ഞതിൽ ആവാസനായുള്ള ഒരു ഗോപാല ബാലകൻ വ്യാപാരിക്കുന്നെന്ന് എന്നെ തോന്നുക ഗോമായു കൊല്ലുന്നു സിംഹത്തെ എന്നാലിപ്പാർമേരെ തങ്ങാനും ഉണ്ടു കൊൽക്കൂ നാഗരെന്താനുണ്ടു സന്തതം വെല്ലുവയാതെ പവനുമുണ്ടു പിന്നെ ചേണോറ്റേടുന്നൊരു ബാണനുമുണ്ടല്ലോ സ്ത്രീകന്മാരുമുണ്ട് പാരേഴും വെല്ലുന്ന വീരന്മാരോരോരോ ബന്ധുക്കളുണ്ടാൽ അലിയും വെച്ചു നടക്കും ചെറുപ്പിള്ള കാലമായി വന്നതു ചേരുവോനോ അമ്പനല്ലായെങ്കിലും ഇന്നിവൻ തന്നെ സമ്പാന്നമാക്കണം നോക്കും മുമ്പേ വൈരിയായുള്ളവൻ വീരനല്ലായെങ്കിലും വൈരസ്യമാർക്കുമേ പാർക്കുതോറും കണ്ടകം തന്നെയും അങ്കുരമാകിലും എന്തെടുക്കിടുമെന്നതു ന്യായം മന്ത്രികളിങ്ങനെ ചൊന്നതു നേരത്തു മല്ലന്മാരോടുടൻ ചെന്നാൽ കംസൻ നിവൃത്തരായുള്ള നന്ദജന്മാരുടെ ഗർഭത്തെ പോക്കണം നിങ്ങളിപ്പോൾ മല്ലുകൊണ്ടിന്നു കളിക്കണമെന്നിട്ടും മെല്ലെ
വിളിച്ചങ്ങടുത്തു കൊണ്ടു. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. കൈക്കൽ വരുന്നേരമൊക്കെ ഞെരിക്കണം ചക്കിലകപ്പെട്ടൊരിച്ചു പോലെ. മല്ലരായുള്ളോരോടിങ്ങിനെ ചൊല്ലിനാൻ ആനന്ദൻ പാവനോടും. നമ്മുടെ വൈരികളായി പൂളയ്ക്കുന്ന നന്ദകുമാരകന്മാരെ നേരെ കണ്ടൊരു നേരത്തു മണ്ടിയണഞ്ഞു കിണ്ടൽ പൊഴിക്കുമാറുള്ളിലെങ്ങും. കുത്തിപ്പിളർന്നവർ മാറിടം തന്നിലെ വെറ്റിയെഴുന്നൊരു ചോര തന്നെ. ഭൂഷണം വേറായതന്തിതൻ കൊമ്പിനു ഭൂഷണമാക്കണം മൂക്കുകൊണ്ട്. മുന്നിൽ നിന്നുള്ളവരെല്ലാരും കേൾക്കവേ പിന്നെയും ചൊല്ലിനാൻ ഭോജനാഥൻ. എന്തൊന്നു ചൊല്ലിയ നന്ദജന്മാരെ മന്ദിരം തന്നിലങ്ങാക്കിക്കൊള്ളൂ. നമ്മുടെ ചാരത്തു വന്നിങ്ങുമേവുകിൽ നന്നായി പോകുന്നോരല്ല പിന്നെ. ചേണുറ്റ സിംഹത്തിൻ ചാരത്തു ചെന്നുള്ളോ രേണത്തിൻ പൈതങ്ങൾ എന്ന പോലെ. ഇങ്ങനെ ചൊല്ലിട്ടു പിന്നെയും ചൊല്ലി ഞാൻ ചിന്തിച്ചു നിന്നു നൂറുങ്ങു നേരം. ശാപത്തിൻ പൂജ തുടങ്ങണം നാം ഇപ്പോൾ ആപത്തു പോക്കുവാനിന്നു ചൊല്ലി. വാരിറ്റു നിന്നുള്ളൊരുത്സവമുണ്ടെന്നി പാരിടമെങ്ങുമേ പൊങ്ങ വേണം. ഉത്സവം കേൾക്കുമ്പോൾ സത്വരം പോരുവർ ദുസ്സഹന്മാരായ നന്ദജന്മാർ. മിക്കവരോടും പറഞ്ഞു നിന്നങ്ങനെ അക്രൂരനോടു പറഞ്ഞാൻ പിന്നെ. ഗോകുലം തന്നിലെ പാരാതെ ചെന്നു നീ ഗോപാലകന്മാരെ കണ്ടു ചൊല്ലു. മംഗളനായൊരു കംസന്റെ ചൊല്ലാലെ നിങ്ങളെ കാണാനായി വന്നുതിപ്പോൾ. വില്ലിനു പൂജയാം ഉത്സവം കാണാനായി എല്ലാരും നിങ്ങൾ മുതിർന്നു നന്നായി. പാൽവെണ്ണ തൈരെല്ലാം ആവോളം ഉണ്ടാക്കി പാരാതെ പോരേണമെന്നു ചൊല്ലു. കാലികൾ പിന്നാലെ കാട്ടിൽ നടക്കുന്ന കാർവർണ്ണ രാമന്മാരോടു ചൊല്ലു. സ്വാമി താൻ നിങ്ങളെ കാൺമതിനായിട്ടു കാമിച്ചു പോരുന്നു പണ്ടേ എന്നാൽ. കാമ്യമായുള്ളൊരു കാർമുകയാകത്തെ കാണാനായി പോരേണം എന്നിങ്ങനെ. തേറ്റം വരും വണ്ണമേറ്റം പറഞ്ഞു മറ്റാരായുള്ളോരെയും കൊണ്ടുപോരൂ. മറ്റുള്ളോർ പോകിലോ കുറ്റമേയുണ്ടാവൂ വറ്റാതോരമ്പു നിനക്കേയുള്ളൂ. കാര്യങ്ങൾ ഓരോന്നേ പാരാതെ സാധിപ്പാൻ ആര്യനായുള്ളൊരു നീയേയുള്ളൂ എന്നങ്ങു ചൊല്ലിന കംസൻ താൻ തന്നോടെ മന്ദിരം തന്നിലകത്തു പുക്കാൻ. മന്ത്രികളെല്ലാരും തന്നോടെ മന്ദിരം നോക്കി നടന്നാരപ്പോൾ. അക്രൂരൻ താനും തൻ മന്ദിരം തന്നിലെ പുക്കാനങ്ങെല്ലാരും പോയ നേരം. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ അക്രൂര കംസമന്ത്രം സമർപ്പിക്കുകയാണ്. നാളെ അക്രൂരാഗമനം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ ഇന്നത്തെ നിത്യ പാരായണം സമർപ്പിക്കുന്നു. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്.